ഞാനേ ഇന്ന് രാത്രി എൻ്റെ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഒരു 3 പാവ അടിച്ചു മാറ്റിയേ. ഇന്ന് പിള്ളേർ തരത്തില്ല. ഒരു പാവയുടെ കൈയില്ല. എന്നെങ്കിൽ എനിക്കൊരു മേക്ക് ഓവർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പം ഈ ഒരു പാവ എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇതൊന്ന് നല്ല സ്ട്രെച്ചറായിട്ടുണ്ട്, മുടിയും നല്ലപോലെ കൊണ്ട്. എന്നാൽ നമുക്ക് ഇത് തന്നെ എടുത്തേക്കാന്ന് ഓർത്ത് ചെയ്യാൻ തുടങ്ങാം. പാവയ്ക്ക് പിള്ളേർ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഒരു കോലത്തിലായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി നല്ല കഴുകി തുടച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ബേസായിട്ട് ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ച് കൊടുക്കണം. കാർഡ്ബോർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തുണി മേടിക്കുന്ന പേപ്പർ കവറുണ്ടല്ലോ, ആ കവർ ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴ്വശം ഒന്ന് ലെവലാക്കി കൊടുക്കണം. എന്നെങ്കിൽ പാവ ഇങ്ങനെ നിർത്തിയാൻ നിൽക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫോം ഷീറ്റ് കട്ടാക്കുവാണേ. എൻ്റെ കയ്യിൽ ചുമല കളർ ഫോം ഷീറ്റ് 2 എണ്ണമേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്നും തികയത്തില്ല. അപ്പം ആദ്യം വൈറ്റും കൂടി മിക്സ് ചെയ്യുവാണേ. ഇപ്പം ചുമല കളർ ഫോം ഷീറ്റ് 2 സെൻറ്റിമീറ്റർ നീളം 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു പെറ്റൽസ് ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക, റെഡിയാക്കി. സിൽവർ കളർ ഫോം ഷീറ്റും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇത് സ്റ്റാപ്ലർ അടിച്ച് പിൻ ചെയ്ത് വെച്ചാൽ എളുപ്പം പണിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്യാം. സ്റ്റാപ്ലർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ B7000 ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇച്ചിരി സമയം എടുക്കുന്ന പണിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇത്രയും വൈറ്റും, അത് വൈറ്റല്ല സിൽവറും റെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പാവയുടെ താഴ്വശം ഇരുന്ന ഈ പണി ചെയ്യാൻ തുടങ്ങുന്നത്. പാവയുടെ കാലമൊന്നും കാണാൻ പാടില്ല. നല്ല ഗൗൺ ഇട്ടതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പം ആദ്യം ഒരു പാവയ്ക്ക് ഒരു ബ്ലൗസ് ചെയ്യാവേ. നമുക്ക് സ്റ്റിച്ചിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനൊരു ചെറിയ പീസ് കട്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ഒരു ഷേപ്പ് കിട്ടുമല്ലോ, അത് മതി. ഇപ്പം നമ്മൾ ഈ പാവടയിൽ ഇങ്ങനെ താഴ്വശത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പെറ്റൽസ് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി കൊടുക്കുക. ഒരു റോ ഒട്ടിച്ച് കഴിയുമ്പം അതിൻ്റെ മേളിൽ വൈറ്റ്, അതിൻ്റെ മേളിൽ റെഡ്, അതിൻ്റെ മേളിൽ വൈറ്റ്, ഇങ്ങനെ ഇത് മൊത്തം കവർ ചെയ്യുക. ഗ്ലൂ ഗണ്ണാണെങ്കിൽ പശ ഉണ്ടല്ലോ, അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാവേ. നമുക്ക് സമയം അധികം ആകത്തില്ല, പെട്ടെന്ന് നമ്മുടെ പണിയും തീരും. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയായി ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുന്നത്. പക്ഷേ ഗ്ലൂ നല്ല ഗ്ലൂ ആണ് കേട്ടോ. ഇപ്പം കണ്ടോ, നമുക്ക് റെഡ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടുത്ത് നമ്മൾ വൈറ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ 10 വരെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു തയ്യൽ ക്ലാസ് എന്നുണ്ട്. അവിടെ കോകില എന്ന് പറഞ്ഞ ഒരു ടീച്ചർ, അവരെ നമ്മളെ ഇത്രയും പഠിപ്പിച്ച് ഓരോരോ ക്രാഫ്റ്റ് ഐറ്റം, ഓരോരോ ക്ലാസ്സിൽ ഓരോരോ ക്രാഫ്റ്റ് ഐറ്റം പറഞ്ഞു തരുമായിരുന്നു. അന്ന് അത് ആ സമയത്ത് ഒരു 90 കിഡ്സ് എന്ന് പറയില്ല ആ സമയത്ത്. പക്ഷേ ടീച്ചർ പറഞ്ഞു തന്നത് എന്തോ നമുക്ക് ഇപ്പോഴും അത് നമുക്ക് യൂസ് ആകുന്നുണ്ട്. അപ്പം ടീച്ചർക്ക് വലിയ നന്ദി പറയുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഒരു 100 സബ്സ്ക്രൈബർ മേളിലായിട്ടുണ്ട്. അതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുക കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, നമുക്ക് സിൽവർ ഒട്ടിച്ച് കൊടുക്കാം. സിൽവർ കളർ ഒട്ടിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് റെഡ് തുടങ്ങാം. ഈ പാവ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് പിള്ളേർക്ക് കളിക്കാനൊന്നും കൊടുത്തേക്കല്ലേ. എന്നെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊണ്ട് പിള്ളേർ പെട്ടെന്ന് തന്നെ ഇത് നശിപ്പിച്ച് കളയും. ഈ പാവ നമ്മൾ കാറിലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി ഇരിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല തിളക്കമുണ്ട്. പക്ഷെ പണ്ട് ഒരു ഫോം ഷീറ്റ് കിട്ടുവാണെങ്കിൽ, ആ ഫോം ഷീറ്റല്ല സ്പോഞ്ച് ഷീറ്റാണ്, നമ്മൾ സോഫയിലൊക്കെ വെക്കുന്ന ആ സ്പോഞ്ച് ഷീറ്റ് തന്നെയാണ്, കുറച്ച് തിന്നായിട്ട് കിട്ടും. അതാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് 2 സൈഡും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ നമുക്ക് മടക്കി ഉണ്ടാക്കാവേ. ഇതാണെങ്കിൽ ഒരു വശത്ത് മാത്രമേ ഗിൽറ്റുള്ളൂ, ഒരു വശത്ത് ഇങ്ങനെ പ്ലെയിനാണ്. അപ്പം എന്തോ ഒരു ഡിസൈൻ നമ്മൾ ഒട്ടിച്ചു. ഇപ്പം ഈ മേളിൽ നമുക്കിനി ഒട്ടിക്കാൻ സ്ഥലമില്ല. അപ്പം ഒരു ചെറിയ ചുമല കളർ പീസ് നമുക്ക് കട്ടാക്കിയിട്ട് ഈ ഹിപ്പിൻ്റെ അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. അത് നമ്മുടെ ഒരു ഐഡിയ ആയി തോന്നുമല്ലോ, എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാൻ വെച്ച് നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക് മുടിയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. ഈ മുടി ഇപ്പം ഞാൻ ചീപ്പ് വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ മുടിയൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെ ഒരു ബുഷ് വെച്ച് കെട്ടി. ഇപ്പോൾ കഴുത്തിൽ നെക്ലസും കയ്യിൽ വളയൊക്കെ ഇടണം. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് ജ്വൽസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ പിള്ളേരുടെ ഉടുപ്പിൽ ഉണ്ടായിരുന്ന ഈ ചെയിൻ സ്റ്റോൺ എടുത്തിട്ട് കഴുത്തിൽ നെക്ലസ് ഇട്ടു, പിന്നെ കയ്യിലും അതിലൊക്കെ വളയിട്ടു. പിന്നെ ആ സ്റ്റോൺ തന്നെ ഒരു സ്റ്റോൺ എടുത്ത് പൊട്ടും കുത്തി, കമ്മലും അതുപോലെ തന്നെ വെച്ചു.
കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ളത് അങ്ങ് ചെയ്യാം. അത്രയേ ഉള്ളൂ സംഭവം. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ? നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഇപ്പം പാവ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിനിഷിങ്. ഇപ്പം വളയും കൂടി ഞാൻ ഇട്ടേ. ഇപ്പം ഈ ബ്ലൗസൊക്കെ ഒന്ന് തൂക്കി നിൽക്കുന്ന അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇതുപോലെ വേറെ ഡിസൈനൊക്കെ ചെയ്യാവേ, വേറെ ഒത്തിരി ചെയ്യാം. ഇപ്പം ഈ ബ്ലൗസിൽ സിൽവർ കളർ മാത്രം ഇല്ലാതെ ഒരു ഇതില്ല. അപ്പം ഞാൻ കുറച്ച് ചുമല കളറായിട്ട് ചെറിയ വള്ളിയും ഇട്ട് കൊടുത്തേ. ഇപ്പം കണ്ടല്ലോ, ഈ ബ്ലൗസിനും താഴെ വശത്തിരിക്കുന്ന പാവാടയ്ക്കും മാച്ചിങ് അല്ലേ?